ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വൈലങ്കോട് മേലെപ്പീടിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തിരൂരിൻ്റെയൊക്കെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ, വൈലങ്കോട് മേലെപ്പീടിയ. ഇവിടെ വന്നത് ലൈലേനെ കാണാനാണ്. ലൈലക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ലൈലക്ക് ചെറുപ്പത്തിൽ പോളിയോ എടുത്തതിന് ഭാഗമായിട്ട് പനി വന്ന്, അപ്പോൾ പനി ഇവരെ അറിയാണ്ടായിപ്പോയി. അങ്ങനെ കൂടിയത് അറിഞ്ഞില്ല. അങ്ങനെ വലത് കൈക്കും വലത് കാലിനും ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. നടക്കാൻ പറ്റായോ അല്ലെ കൈവന്തിക്കാൻ പറ്റുക അങ്ങനെയൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറ്റിയൊരു വരനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തണം. ഇവരിവിടെ ഇതാ റോഡ് സൈഡ് തന്നെയാണ് വീട്. ഇത് വനിതാ മെസ്സ് നടത്തുകയാണ് കേട്ടോ. ഇതുപോലെ മെസ്സാണ്, വീടിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഹോട്ടൽ വനിതാ മെസ്സ് കേട്ടോ, അത് നടത്തുകയാണ്. ഈ കാണുന്നതാണ് വീട് കേട്ടോ. ഇത് മേലെപ്പീടി അങ്ങാടി തന്നെയാണ് വരുന്നത്, റോഡ് സൈഡിൽ തന്നെ ഇവരെ വീട്. ഞാൻ കുറച്ച് രാത്രിയായി പോയതുകൊണ്ട് കേട്ടോ ക്ലിയർ കുറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളത്. ഓക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കാവാം. അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ ലൈലക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറുങ്ങനൊരു വലിച്ചു വെച്ച പോലെയാണ്. പിന്നെ ഇതാ വലത് കൈ കുറച്ചിങ്ങനെ മടങ്ങിയിട്ടാണ്. ലൈല, എന്തൊക്കെയാ വിശേഷമോ? സുഖമല്ലേ? ലൈല, എന്നിട്ട് എന്തൊക്കെയാ വിശേഷമോ? അപ്പോൾ ലൈലയും ഉമ്മയും കൂടിയാണോ വനിതാ മെസ്സ് നടത്തുന്ന വനിതാ ഹോട്ടല്? ലൈലയാണോ കുക്കിംഗ് ചെയ്യല്? ഫുഡൊക്കെ ലൈല ഉണ്ടാക്കും അല്ലേ? അത് ശരി. അപ്പോൾ ഇത് എത്ര വർഷമായി ഈ ഷോപ്പ്? ഉപ്പുള്ള കാലത്തേ ഉള്ളതാ? അത് ശരി. നിങ്ങൾ എത്ര മക്കളാ? 6 പെണ്ണും 2 ആണും. ബാക്കി എല്ലാവരെയും വിവാഹം കഴിഞ്ഞോ? വിവാഹം കഴിഞ്ഞു. ലൈലേൻ്റെയും കൂടിയാണ് ഉള്ളത് അല്ലേ? ഉപ്പ മരണപ്പെട്ടിട്ട് കുറേ ആയോ? 11 കൊല്ലം. 11 കൊല്ലം അല്ലേ? അത് ശരി. അപ്പോൾ ലൈല ആൾ സ്മാർട്ടാണ് കേട്ടോ. ഒരു ഹോട്ടൽ നടത്തുകയെന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു പോളിയോൻ്റെ ഭാഗമായിട്ടില്ലേ പനി വന്നിട്ട് അങ്ങനെയാണ്. ഈ വലത് കൈ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഒന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. അപ്പോൾ വെയിറ്റ് എടുക്കാനും ഒന്നും പറ്റൂല അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടത് കൈ കൊണ്ട് തന്നെയാണ് അല്ലേ? കാല് നടക്കുമ്പോൾ വേദന അങ്ങനെയൊന്നും ഇല്ലല്ലോ? അത് ആ ഒരു സമയത്ത് പനി വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അവസ്മാരം വന്നിട്ട് നമ്മളത് അറിയാണ്ടായിട്ട് അങ്ങനെ ഒരു ഇത് ബുദ്ധിമുട്ട് വന്നേ അല്ലേ? വേറെ എന്തെങ്കിലും ഇതിന് ടാബ്ലറ്റോ കാര്യം എന്തുണ്ടോ? ഗുളിക വന്നു അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലൊന്നും കാണാത്തവരാണ് ഇവർ. അപ്പോൾ ലൈലക്കായാലും ഡിഫറെൻറ്റ് മാരേജ് നമ്മളെ ചാനലും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അല്ലാണ്ട് അവൾ വേറൊരു ബുദ്ധിമുട്ട് വെക്കില്ല, ഇതെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സംസാരത്തിലൊക്കെ ഒരു സ്മാർട്ട്നെസ് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, നല്ലൊരു ആലോചന വരട്ടെ. ലൈലക്ക് എത്ര വയസ്സായി? 40 അല്ലേ? അതെ, 40 വയസ്സാണ് ആയത്. അപ്പോൾ ലൈലക്ക് 40 വയസ്സാണ് ആയത്. നമുക്കൊരു 50 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനയാണ് കേട്ടോ വേണ്ടത്. ദൂരം പ്രശ്നമുണ്ട് നമുക്ക്. പിന്നെ മലപ്പുറം ജില്ല മാത്രം മതി എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നല്ലൊരു ആലോചന വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ലൈല എത്ര വരെ പഠിച്ചേ? 7 വരെ. എഴുതാൻ വായിക്കാനൊക്കെ അറിയില്ലേ? പൈസേൻ്റെ കണക്കൊക്കെ ലൈല തന്നെ അല്ലേ ചെയ്യല്? ഹോട്ടലിലെ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ 2 ആൾ തന്നെയാണ് അല്ലേ? ഉമ്മയും ലൈലയും തന്നെയാണ് ഹോട്ടൽ നടത്തുന്നതൊക്കെ കേട്ടോ. കച്ചവടം ഉണ്ടോ ഹോട്ടലിൽ? ഇപ്പോൾ കുറവാ അല്ലേ? ചോറ് രാവിലെ തുറക്കുവോ? രാവിലെ 4 മണിക്ക് 4 മണിക്ക് തുറക്കൂ. രാത്രി എത്ര മണി വരെയാ? 6 മണിയാവും. 6 മണിക്ക് അടക്കും അല്ലേ വൈകുന്നേരം? അത് ശരി. റെഡി. നമുക്ക് ഭാര്യ മരിച്ചതും ഡിവോഴ്സ് ആയതും ഒക്കെ നമ്മൾ സ്വീകരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വിഷയമല്ല, പക്ഷേങ്കിൽ ലൈലേനെക്കാളും ബുദ്ധിമുട്ടുള്ളതാകരുത്. അപ്പോൾ ഓളുടെ ആ ഒരു പുറത്ത് പോകുമ്പോയാലും ഫുള്ള് ഇപ്പോൾ അവൾ പുറത്ത് പോകുമ്പോൾ കൈ പിടിക്കുകയൊന്നും വേണ്ട അല്ലേ? ഒറ്റയ്ക്ക് തന്നെ നടക്കുകയും പോവുകയൊക്കെ ചെയ്യില്ലേ? പുറത്തൊക്കെ പോകലില്ലേ? വണ്ടിയിലും കയറി എല്ലായിടത്തിലും പോകും. ആൾ സ്മാർട്ടാണ്. പറയത്തക്ക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ കാലിൻ്റെയും ഈ കൈൻ്റെയും ഈ ഒരു വിഷയമാണ് അത്. മറ്റേ ഇപ്പോൾ കൈൻ്റെ ആണെങ്കിൽ ഇടത് കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്യും. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യലില്ലേ? അതെ, അത് പിന്നെ എടുത്ത് ചോദിക്കണ്ട. ഹോട്ടലിലെ കാര്യം ചെയ്യുമ്പോൾ പിന്നെ വീട്ടിലെ കാര്യം വലിയൊരു വിഷയമല്ലല്ലോ. വീടുമായിട്ട് എത്രയും കണക്റ്റ് ആയിട്ടുള്ള ഹോട്ടലാണ്. വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് ഹോട്ടലും വരുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ലൈലയ്ക്ക് നല്ലൊരു ആലോചന വരട്ടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം കേട്ടോ, അതാണ് ഇവർ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആലോചന വരട്ടെ. വേറെ എന്താ പറയാനുണ്ടോ? എങ്ങനെയുള്ള പിയാപ്പിളിയാണ് വേണ്ടേ? പറഞ്ഞ എന്തെങ്കിലും എൻ്റെ പറഞ്ഞടാ. നമ്മളെന്ത് തുറന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരാളെ കണ്ടത്? അങ്ങനൊന്നുമില്ല. നമ്മളെ സ്നേഹിക്കുന്ന ആളായ മതിയില്ല, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. എന്നാ പിന്നെ വേറൊന്നുമില്ലല്ലോ. അസ്സലാമു അലൈക്കും.
അപ്പോൾ ഫ്രണ്ട്സ് ലൈല പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കായാലും നമ്മുടെ ചാനലും നമ്മൾ വിളിച്ചതൊക്കെ ഇവർ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ അവിടെ വരുമ്പോൾ മൂലിക്ക് ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരും വീഡിയോയിൽ വരാത്തൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാവുക എന്നുള്ളതാണ്. മുമ്പ് ഉമ്മാക്ക് പ്രായം വരികയാണ്, ബാക്കിയുള്ള മക്കളൊക്കെ വിവാഹം കഴിഞ്ഞാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ടെൻഷനായിരിക്കും, എൻ്റെ മോൾക്ക് പറ്റിയ ഒരാളെ കിട്ടൂലേ എന്നൊക്കെ ഉള്ളൊരു ബേജാറുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പറ്റിയ ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് കേട്ടോ. മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ ഓക്കെയാണ്, ഒരു വീട്ടിലേക്ക് പറ്റിയ നല്ല മോളാണ്. പിന്നെ ഈ കാലിന് കഴിഞ്ഞ പ്രശ്നമൊന്നും കുടുംബജീവിതത്തിൽ അങ്ങനെ ബാധിക്കത്തക്ക വിധ വിഷയമൊന്നും ഇല്ല. കാരണം ഓക്കെ, ഹോട്ടൽ നടത്തുന്നുണ്ട്, വീട്ടിലെ കാര്യം ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ വയസ്സ് ഒക്കെ ഒരു 40 അല്ലേ, 40 വയസ്സായിപ്പോൾ ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടാകും, പക്ഷേ പറ്റിയ റെഡി ആകാത്തതുകൊണ്ടാണ്. അപ്പോൾ 50 വയസ്സിൻ്റെ ഉള്ളിൽ ഭാര്യ മരിച്ചു, ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് സ്വീകരിക്കും. നിലവിൽ ഭാര്യമാരുള്ള ആരും കോൺടാക്ട് ചെയ്യേണ്ട, അങ്ങനെയുള്ള ആലോചന നമുക്ക് വേണ്ടയില്ല കേട്ടോ. അല്ലാത്ത ആലോചനകൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ.